കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ മെയ് 14-ന് ആഘോഷിക്കും. മെയ് 7-നാണ് കൊടികയറ്റം. ഇത് സംബന്ധിച്ച് വിശദീകരിക്കുവാനായി വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ മെയ് 14-ന് ആഘോഷിക്കും. 7-ാം തീയതി രാവിലെ 10:15-ന് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല കൊടിയുയർത്തും. തുടർന്ന് ബിഷപ്പ് ദിവ്യബലി അർപ്പിച്ച് വചന പ്രഘോഷണ നടത്തും. തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് ദിവ്യബലി, വൈകിട്ട് 5:30-ന് ദിവ്യബലി നൊവേനയും, 11-ാം തീയതി ഇടവക ദിനത്തിൽ വൈകിട്ട് 5:30-ന് ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാസന്ധ്യയും നടക്കും. 12-ന് രാവിലെ 9:40-ന് ദിവ്യബലിക്ക് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമരിറ്റസ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും. ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ പ്രസംഗിക്കും. തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ കിഡ്നി ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനവും ബിഷപ്പ് നിർവഹിക്കും. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നേർച്ചസദ്യ ആശീർവദിക്കും. തുടർന്ന് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കും. ഫാദർ നെൽസൺ ജോബ് പ്രസംഗിക്കും. വിശുദ്ധന്റെ 3 തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമാണ് ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം. 21-നാണ് 8-ാം ഇടം. തിരുനാൾ ദിവസം രാത്രി വരെ സദ്യ തുടരുമെന്ന് റെക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, സഹവികാരി ഫാദർ അജയ് പുത്തമ്പറമ്പിൽ, സിസ്റ്റർ ലിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ബിനൻ താണിപ്പള്ളി, ആന്റണി കല്ലറയ്ക്കൽ, ജോഷി പടമാട്ടുമൽ, അലക്സ് പള്ളിയിൽ, PM ആന്റണി, PG ജിൽജോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2024 വർഷത്തിലെ ആഘോഷമായിട്ടുള്ള ഊട്ടുതിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ചൊവ്വാഴ്ച മെയ് മാസം 7-ാം തീയതി ആണ് കൊടികയറ്റം. അന്ന് രാവിലെ 10:15-ന് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തല പിതാവ് ആഘോഷം കൊടിയേറ്റുന്നതോടെ തിരുനാളിന് ആരംഭം കുറിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 5 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. 12-ാം തീയതി ഞായറാഴ്ച പ്രത്യേകമായിട്ട് പ്രസിദ്ധേന്തിമാരുടെ ദിനമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ മക്കൾ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും അന്തോണീസ് പുണ്യാളം വഴിയായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും പ്രസിദ്ധേന്തിമാരായിട്ട് വന്നിട്ടുണ്ട്. അവർ രാവിലെ 9 മണിക്ക് പ്രസിദ്ധേന്തി വായിച്ചുകൊണ്ടായിരിക്കും. അവർ വന്ന് അതിൽ സംബന്ധിക്കും. 10 മണിക്ക് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ്, ആർച്ച് ബിഷപ്പ് എമരിറ്റസ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അപ്പോൾ ആ ദിവ്യബലി കഴിഞ്ഞിട്ട് 12-ാം തീയതി രാവിലെ 10 മണിക്ക് ആ ദിവ്യബലി കഴിഞ്ഞിട്ട് ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്.